ചിക്കൻ കറിക്ക് വേണ്ട സവാള ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം എല്ലാവരും പറയുന്ന പോലെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ നമ്മുടെ സവാള വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് അതും വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ കഥയിലെ മെയിൻ താരമാണല്ലോ അത്. അങ്ങനെ നമ്മുടെ താരങ്ങളായ ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വഴണ്ട ശേഷം ഒരു 2 അല്ലെങ്കിൽ 3 തക്കാളി ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കാരണം ഒരു ചെറിയ പുളിപ്പൊക്കെ ഉള്ളൊരു ഗ്രേവിയാണ് ഇതിന് നല്ലത് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലയെല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം. അപ്പം ഇതിൻ്റെ മസാലയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഞാൻ മാരിനേഷൻ ഇട്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു വട്ടോടെ ബിരിയാണി ഉണ്ടാക്കി നിങ്ങൾക്കൊരു വ്ളോഗ് തീർച്ചയായും ഒരു റെസിപ്പി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതൊക്കെ ഇവിടെ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുമ്പം എൻ്റെ ലതികയമ്മ അവിടെ നിന്ന് TV കാണുകയാണ് ഗൈസ്. അച്ഛൻ അന്ന് വള്ളവുന്നലുണ്ടായിരുന്നു.